ഞാൻ വിളിക്കാം. ഇവിടെ അജയന്റെ വീട്ടില് എന്താ അവൻ ഇന്നോ നാളെ ഒന്നും കിടക്കല്ലേ, ഇന്ന് കാണാൻ വന്ന കിടന്നു. നീ ഇവിടെ ഉണ്ടാ? സഹിക്കാൻ പറ്റില്ല മോനെ. സജീവനാണ്, പാവാണ്. അവനെ ഈ ലിവറിന് പ്രശ്നം. ലിവറിനോ? എടാ നീ എന്നൊക്കെ വിളിച്ചു പറയുന്നേ? അല്ല അതല്ല, എടാ എനിക്കൊരു പനി മാത്രമേ ഉള്ളൂ. ഞാൻ പനിയായിട്ട് കിടക്കും. അത്രേ ഉള്ളൂ. നീ ആവശ്യമില്ലാത്ത കാര്യം അവനെയൊക്കെ വിളിച്ചു പറയല്ലേ? ഇല്ലാതെ ഞാൻ വിളിക്കാം. അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എടാ അവൻ ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കും, മനസ്സിലായി? വിളിക്കാം കേട്ടാ, വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ വന്നപ്പോ എന്താ പറയുന്നു, നീരൊക്കെ വന്നല്ലോ അവിടെ. അത് ഈ ഇപ്പോഴത്തെ വൈറൽ ഫീവർ അല്ലേ, അതിന്റെ ഒരു കിഡ്നിക്ക് പ്രശ്നം വരുമ്പോ നീര്. ഓടാ അവിടെ നിന്ന്. കിഡ്നിക്കൊന്നും ഒരു കുഴപ്പമില്ല, അറിയോ? അല്ല അങ്ങനെയാണ് സാധാരണ വരിക. എങ്ങനെ? തളർച്ചയുണ്ട്, കാണുമ്പോ സങ്കടം. എടാ അത് ഇപ്പോഴത്തെ പനിയുടെ ഒരു തളർച്ചയാ, അല്ല നീ ആവശ്യമില്ല. അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. രക്ഷപ്പെടും, എന്റെ പോകുന്നില്ല. രാഘവേട്ട അവസ്ഥ തന്നെയാണ്. ഏത് രാഘവേട്ടൻ? ചേർത്തലല്ലേ. എന്നാ പറ്റി പുള്ളിക്ക്? ഏമാരി കിടക്കല്ലായിരുന്നു, വിശ്വാസം പോയി. നമ്മളത് എന്തിനും നമ്മുടെ ഒരു ഇത് നോക്കിയാൽ മതി. നീ എന്നെ പേടിപ്പിക്കാൻ വന്നാണോ നീ എന്നെ കൊല്ലാൻ വന്നാണോ? അല്ല, നമ്മുടെ ഞാൻ മൈൻഡ് നമ്മൾ സെറ്റ് ആക്കി വെച്ചാൽ നമ്മൾ എന്ത് പറ്റും കുഴപ്പമില്ല. നാളെ മരിക്കട്ടെന്ന്. എടാ ഒന്ന് പോയാ എന്റെ മൈൻഡിന് എന്നാ കുഴപ്പം? കാലിലൊക്കെ നീര് വന്നിട്ടില്ല മോനെ. കാലിന് നീരൊന്നുമില്ല, നീ പോ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞങ്ങളെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്നത്? ഫ്ലെക്സിന്റെ സംഭവം നോക്കിയിട്ടുണ്ട്. ഫ്ലെക്സോ? എന്നതിന്? സഹായം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിനക്ക് വേണ്ടൊരു സഹായം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഇട നീയൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നത്? എടാ എനിക്ക് പനി മാത്രമേ ഉള്ളൂ, പനിക്കാരാലും ചികിത്സാ സഹായം മേടിക്കൂ. എടാ ഞാൻ പറയട്ടെ, നമുക്കറിയില്ല നമുക്ക് എന്തൊക്കെ അസുഖമുണ്ട്. ഇല്ല, നാളെ നീ ഒന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു താട്ടായി ഒരു 4 കസേര ഇടണമെങ്കിൽ പൈസ വേണ്ടേ? ഒന്ന് പോയേ. നീ എന്നെ കൊല്ലാൻ വന്നാണോ അതോ എന്റെ അസുഖം തിരക്കാൻ വന്നാണോ? എടാ നിന്റെ വൈഫായിട്ട് സംസാരിച്ചു, അവള് തൽപര കക്ഷിയാണ്. എന്നതിന്? അല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ. എന്റെ പൊന്ന് നീ ഒന്ന് പോകാവോ? നീ ഒന്ന് പോയി തരാം, എനിക്ക് മേലാതെ ഇവിടെ കിടക്കും. അവർക്ക് നിങ്ങൾക്ക് 2 പെമ്മക്കളാണെന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയുണ്ട്. അതിന് ഇല്ലേ? അവരുടെ കാര്യം ആരും നോക്കും? അത് ഞാൻ നോക്കിക്കോളാം. എടാ നിനക്ക് എന്ത് സംഭവിച്ചിട്ട് പിന്നെ നീ എങ്ങനെ നോക്കുന്നു? എടാ എനിക്ക് എന്ത് സംഭവിക്കുന്ന കാര്യം നീ പറയുന്നത്? എനിക്ക് പനി മാത്രമേ ഉള്ളൂ. ഞാൻ മരുന്ന് ഒക്കെ മേടിച്ച് 2 ദിവസം കിടന്നു കഴിയുമ്പോൾ എന്റെ കാര്യങ്ങൾ ഓക്കെ കാണുമ്പോഴേ നമ്മള് എടാ നീ എന്നെ ഈ കാണിക്കുന്നത് എന്റെ ഓരോ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യം, ഓരോ കാലന്മാര് വന്നോളൂ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി. അസുഖം ഉണ്ടായി കിടക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ നീരൊന്നും ഇതൊന്നുമില്ല. അവനൊക്കെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യൻ ഇവിടെ മേലാതെ 2 ദിവസം കഴിഞ്ഞ് ഒന്ന് പൂങ്ങിക്കഴിഞ്ഞു. എന്നത്തിന്റെ കേടാ? നിനക്ക് എന്നാ പറ്റി? എവിടെ? എനിക്ക് മേലാ കിടക്കും, പനിയാന്ന് പറഞ്ഞില്ലേ? എന്നെ കൊന്നിട്ട് കാലിന് നിന്നെ പോലും എന്നെ കാലം കൊണ്ടുപോകാൻ നിന്നോടാരാ? നീ എന്നെ പിടിക്കാതെ നീ ഒന്നാണ് പനിയാണ്. അതേതെ നിനക്ക് നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു? അവൻ വിളിച്ചില്ല. ആര്? അജി വിളിച്ചില്ല. എല്ലാം പറഞ്ഞു. നീ എന്നെ മറച്ചു വെച്ചില്ലേ? നീ എന്നാ ഈ കാണിക്കുന്നില്ല? എന്റെ പൊന്ന് സജീവ, നീ ഒന്നാ പോയി തരാവോ? വെറുപ്പായി സജീവനോട്. എടാ ഞാൻ പനിയായിട്ട് കിടക്കുന്നു, എനിക്ക് മേലാതെ ഞാനിവിടെ കിടക്കും. നീ എന്നിട്ട് ശല്യം ചെയ്യാതെ. നിനക്ക് എന്നാ അസുഖം അറിയാടാ? എന്നാ നിനക്കറിയാവുന്നേ? സജീവനെ മറച്ചു വെച്ചിട്ട് ഒരു കളിയും നടക്കില്ല. സജീവനെ എല്ലാം അറിയാം. എന്നാ മറച്ചു വെച്ചതാണ്?
എന്നാ മറച്ചു വെച്ചേ? എനിക്കറിയാം, സജീവനറിയാം മോനെ. എന്നത്? എനിക്കല്ല അറിയാം. എന്റെ കൊച്ചിനോട് ഒരു 10 മിനിറ്റ് ഞാൻ കിടന്നോട്ടെ. എന്റെ പൊന്ന് വെട്ടിക്കാത്ത നിന്നോട് എനിക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ. നീ ഒന്ന് പോയാ എനിക്ക് എനിക്ക് പോവാൻ. ഇല്ല, ആ ഡോക്ടർ എങ്ങാനും വന്ന് കണ്ടാൽ ഇതിനെ ഓടിക്കും കേട്ടോ. സജീവനെ വെട്ടിക്കാൻ പറ്റത്തില്ല. അതിനെ സജീവനെല്ലാം അറിയാം. സജീവനൊന്നും അറിയത്ത എന്റെ പൊന്ന്. സജീവന് ഒരു 2 മിനിറ്റ് ഞാൻ കിടന്നോട്ടെ. ഞാൻ കിടന്നോട്ടിന് മുമ്പ് കൂടെ നീ കിടന്നു നീ കിടന്നു കൂടെ കിടന്നു കേട്ടോ. ആ കിടന്നു കിടന്നു. എന്നാലും എന്റെ സജീവ, നീ എന്റെ പനി കുറയ്ക്കാൻ വന്നതാണ്, അത് എന്നെ എണീപ്പിച്ച് ഓടിക്കാൻ വന്നതാണ്. സജീവനല്ല, സജീവനല്ല.